ഏങ്ങണ്ടിയൂർ പുളിക്കക്കടവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംയോജിത ജീവിതോർജ്ജ പരിപാലന കേന്ദ്രം ചെസ് കെമ്പിൾ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ലോകക്ഷേമത്തിനായി ഒന്നിക്കുക എന്ന സന്ദേശം നൽകി മിത്രമേള നടത്തി. ചീഫ് അഡ്വൈസർ സ്വാമി ദൈവമിത്രത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യാതിഥി എറണാകുളം മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി മെറ്റിൽഡ മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ സജു വടക്കേത്തല, ചേറ്റുവ മഹല്ല് ഖത്തീബ് ഉസ്താദ് സലീം ഫൈസി അടിമാലി, തളിക്കുളം ആർഷയോഗാചാര്യൻ ഹരിലാൽ കരാണത്ത്, ആർട്ട് ഓഫ് ലിവിംഗ് യോഗ ടീച്ചർ ടി കെ ജനമിത്രൻ, ആൽഫ പാലിയേറ്റീവ് ഡയാലിസിസ് കൗൺസിൽ സെക്രട്ടറി H2O ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ കോർഡിനേറ്റർ കൂടിയായ പി കെ ജയരാജൻ എന്നിവർ മിത്രമേള സന്ദേശം നൽകി. ചെസ് കെമ്പിൾ ഇന്റർനാഷണൽ പ്രസിഡന്റ് ബൈജു KR സ്വാഗതം പറഞ്ഞു. ഹോണററി പ്രസിഡന്റ് പ്രിയ ജിൻസ് ചെസ് കെമ്പിൾ ദർശനം ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി പി രമേശൻ മിത്രമേള സന്ദേശം നൽകി. സ്വാതന്ത്ര്യ സേവന രംഗത്ത് സ്തുത്യർഹ സേവനം നടത്തിവരുന്ന രാജൻ കൊച്ചത്ത്, ബേബി രാജൻ, അമ്പാട്ട് ചന്ദ്രൻ, സജിനി ചന്ദ്രൻ, കരുണം, പി കെ ജയരാജൻ എന്നിവരെ പൊന്നാട ചാർത്തി മൊമന്റോ നൽകി യോഗം ആദരിച്ചു. ചോദ്യോത്തരവേളയിൽ സ്വാമി ദൈവമിത്രം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ രാജേഷ് കൊടുങ്ങല്ലൂർ, മനോജ് എന്നിവർ പ്രസംഗിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക സ്വാതന്ത്ര്യ പ്രവർത്തന രംഗത്തെ പ്രമുഖർ എന്നിവർ പ്രഥമ മിത്രമേള പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ദു, ഷാജി, ആനന്ദു, രമാദേവി എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. V എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആപ്തവാക്യങ്ങൾ, ഈ സംഘടനയുടെ ആപ്തവാക്യങ്ങൾ പറഞ്ഞതാണ് ഈ ലോകം എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. സന്തോഷവാദികളെ നമുക്കറിയാം, മറ്റുള്ള മതങ്ങളെയൊക്കെ മോശമാണെന്നും എൻ്റെ മതം മാത്രമാണ് നല്ലത് എന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മതത്തിന്റെ മൂല്യങ്ങളെ, സ്നേഹം പഠിപ്പിക്കുന്ന മതത്തിന്റെ മൂല്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന പറഞ്ഞുകൂടാ, നമ്മളുടെ പോപ്പുലേഷന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ തോന്നാം. കാരണം ഒരു കാര്യം കൂടെ പറയാം, ഇന്നത്തെ പോപ്പുലേഷൻ പലപ്പോഴും സമൂഹത്തിന് ചിലപ്പോൾ ശാപമായി പോലും തോന്നാറുണ്ട്, ഭാരമായിട്ടും തോന്നാറുണ്ട്. കാരണം അവരിലൊന്നും ഇത്തരം ചിന്തകളോ ഇത്തരം മാനുഷിക മൂല്യങ്ങളോ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിലും സാധാരണ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ 3 മണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ആണ്, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ചിലപ്പോൾ കിടന്ന് 4 മണി 4 കഴിഞ്ഞപ്പോൾ എന്തായാലും 3 മണിക്ക് പറഞ്ഞാൽ ഞാനും മിക്കവാറും സംഘാടകരും മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കുമാറ് ഒരു പേര് കൂടെ വന്നത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ കൺഗ്രാജുലേഷൻ. പിന്നെ ശരിക്ക് ചെസ് ഇന്റർനാഷണൽ എന്നുള്ളത് ശരിക്കും ശരിയാണ്. കാരണം വി ഹാവ് ഫ്രണ്ട്സ് ഫ്രം എബ്രോഡ്. അതുകൊണ്ട് ഇത് ശരിക്കും ഈ ലോകമെമ്പാടും നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മൾ പല വിശ്വാസികളായിരിക്കാം. ചിലര് ക്രിസ്തു മത വിശ്വാസികളുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്, ഹിന്ദുയിസത്തിലുണ്ട്, ബുദ്ധ, ജൈന. ചിലര് അങ്ങനെ അവര് ഒരു ബുദ്ധൻ വിശ്വസിക്കാത്തവരായിരിക്കാം. എന്നാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഒന്നാണ് എന്ന കാഴ്ചപ്പാട് വേണം. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഈ കാലഘട്ടത്തിലുണ്ട് എന്നത്
എന്നെ വലിയ ആനന്ദത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു വാസ്തവമാണ്. ഈ ഒരു പ്രസക്തിയുള്ള ഒരു വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. കലിയുഗത്തിൽ പരസ്പര വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. പരസ്പര വിശ്വാസം കുറഞ്ഞു വരും. പരസ്പര വിശ്വാസം ഇല്ലായ്മ കുറഞ്ഞ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിലേക്ക് വരെ അത് കടന്നെത്തിയിരിക്കുകയാണ്.